ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലൊരു സ്വപ്നം ഇതായിരുന്നു. കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ഈശോ രൂപപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യത്തെ കുഞ്ഞിന് വേണ്ടി ഒരുങ്ങിയിരുന്ന കാലയളവിൽ ബൈബിള് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കുഞ്ഞിന് ഉറക്കെ വായിച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. വെളിപാടിൻ്റെ അവസാന അധ്യായങ്ങളായപ്പോഴേക്കും ഉണ്ണിയുടെ ഡെലിവറിയുടെ ഒരു സമയമായി. അപ്പോൾ ആ ഒരു സമയമായപ്പോഴും എൻ്റെ ഒരു വിശ്വാസം ഇതായിരുന്നു, ഈ ഒരു 9 മാസത്തിലൂടെ ഞാൻ ബൈബിൾ മുഴുവൻ കുഞ്ഞിനെ വായിച്ചു കൊടുത്തപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പോഴേക്കും ഈശോ കുഞ്ഞിന് വളരെ പരിചയമായി കാണുമെന്നുള്ളൊരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിച്ച് 2ാമത്തെ ദിവസം അവളുടെ ചെവിയിൽ ഈശോ എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ആദ്യമായി ചിരിച്ചത്. ഈ ഒരു അനുഭവം എന്നെ തുടർന്നുള്ള കുഞ്ഞുങ്ങൾക്കും ഓരോരുത്തരെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോഴേക്കും ഓരോ പ്രാവശ്യം അവർക്ക് ബൈബിൾ ഫുൾ വായിച്ചു കൊടുക്കാനുള്ള വലിയൊരു കമ്മിറ്റ്മെൻ്റ് എടുക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഓരോ കുഞ്ഞുങ്ങളായാലും ക്ലാസ്സിൽ പോകുന്നതിന് മുൻപ് വചനം പഠിച്ച് വചനം അത് പറഞ്ഞിട്ടാണ് അവർ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു വ്യത്യാസം, അവർക്ക് വളരെ ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ പോലും വളരെ മനോഹരമായിട്ട് ഈശോ കൈകാര്യം ചെയ്യുന്നതും പരിശുദ്ധാത്മാവ് അവരെ ജ്ഞാനത്തിൽ നിറയ്ക്കുന്നതുമായിട്ടുള്ള വലിയൊരു അനുഭവമായിരുന്നു. പല പരീക്ഷകളിലും അവർക്ക് പല റാങ്കുകളൊക്കെ കരസ്ഥമാക്കാൻ തുടങ്ങിയപ്പോഴാണ് വചനം പഠിച്ച് ക്ലാസ്സിൽ പോകുന്നതിൻ്റെയൊക്കെ വലിയ പ്രാധാന്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വചനത്തിനൊരു പുസ്തകം ഞങ്ങൾ കരുതിയിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് പല പാഠ്യേതര വിഷയങ്ങൾ പഠിക്കാനും പല സബ്ജക്റ്റുകൾക്കൊക്കെ ഒത്തിരിയേറെ നോട്ട് ബുക്കുകളുണ്ട്. പലപ്പോഴും വചനം പഠിക്കാനായിട്ട് ഒരു നോട്ട് ബുക്ക് കരുതാനൊക്കെ ഒരു പ്രചോദനം ഈ ഒരു കുഞ്ഞുങ്ങളിൽ കണ്ട ഒരു വലിയ വ്യത്യാസമായിരുന്നു. നമ്മൾ വിശ്വാസം പകർന്നു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ വീണു പോകുന്ന, ചിലപ്പോൾ നമ്മൾ പോലും വിഷമിച്ചു പോകുന്ന ചില സാഹചര്യങ്ങൾ, ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള വഴക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകാറുള്ള ഒരു സാധാരണ കുടുംബമാണ് ഞങ്ങളുടേതും. പക്ഷെ ഞാൻ വിചാരിക്കാറ് നമ്മളെ കൊണ്ട് മാനുഷികമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ എപ്പോഴും കാവൽ മാലാഖമാരെയും അവരുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെയും പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിനും കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും യാത്രകൾക്ക് പോകേണ്ടി വരുമ്പോഴോ അത്യാവശ്യ കാര്യങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോഴൊക്കെ വളരെ വലിയ അവരുടെ സംരക്ഷണം ഞങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാനിടയായിട്ടുണ്ട്. പലപ്പോഴും ചില അപകടങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ അത്ഭുതകരമായിട്ട് മാറിപ്പോകുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളുടെ പഠന മേഖലകളായാലും ഞങ്ങൾ പലപ്പോഴും അവർക്ക് മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് അവർ മോശമായാലോ അവരെ വഴക്ക് പറയാറില്ല. പക്ഷേ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അവരെ തിരുത്തുകയും അതിനനുസരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളത് കണ്ടിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ നമ്മളോട് ആരെങ്കിലും ഒന്ന് രഹസ്യമായിട്ട് വന്ന് പറയും, അമ്മേ അവൾ ഇന്ന് പള്ളിയിൽ കുർബാനയ്ക്ക് നിന്നത് ശരിയായില്ല കേട്ടോ. അങ്ങനെ നമുക്കപ്പോൾ അവരറിയാതെ തന്നെ അവരെ ഒന്ന് തിരുത്താനും സ്നേഹത്തിൽ അത് കണ്ടുപിടിച്ച് തിരുത്താനും ഇനി ആവർത്തിക്കില്ലെന്ന് നമുക്ക് ഉറപ്പ് വരുത്താനും ഒക്കെ സാധിക്കുന്ന ഒരു വലിയൊരു അനുഭവം ഉണ്ടാവാറുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു കടുകുമണിക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ ശ്രമിച്ചാൽ അവരിൽ അത് കർത്താവ് വലിയൊരു വടവൃക്ഷമാക്കി വളർത്തും എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു തെളിവ് കൂടിയായിരുന്നു. അപ്പോൾ ഇന്നൊരു 5 മക്കളുടെ അമ്മ എന്ന നിലയിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മളുടെ സ്നേഹവും വിശ്വാസവും ഒക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോവുകയല്ല ചെയ്യുന്നത്. കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയും അവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു അനുഭവമാണ്. ദൈവത്തിന് സ്തുതി.